ഹലോ സുഹൃത്തുക്കളെ, JCF അവതരിപ്പിക്കുന്ന പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വിറ്റ് ശരിക്കും ലാഭമുണ്ടാക്കാൻ കഴിയുമോ? വെറും ഊഹാപോഹങ്ങളല്ല, കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഒരു സയന്റിഫിക് പരീക്ഷണം നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ്. ഫോക്കസ്ഡായി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഞാനിവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമുക്കിതിലേക്ക് കടക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ ബുക്കുകൾ വിറ്റ് ലാഭമുണ്ടാക്കാൻ ഇപ്പോഴും സാധിക്കുമോ? ഇന്റർനെറ്റിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന പെട്ടെന്ന് പണക്കാരനാകാം എന്നൊക്കെയുള്ള വ്യാജ വാഗ്ദാനങ്ങൾ മാറ്റി നിർത്തി ഗ്രൗണ്ടഡായ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ എക്സ്പെരിമെന്റിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഇന്നത്തെ സയന്റിഫിക് മെത്തഡോളജി അഥവാ അജണ്ട ഇതാണ്. 1. ബുക്ക് മാർക്കറ്റിംഗ് പരീക്ഷണം. 2. വീഗൻ 200 എന്ന ബുക്കിന്റെ വളരെ വേഗത്തിലുള്ള നിർമ്മാണം. 3. ലാൻഡിംഗ് പേജ് തയ്യാറാക്കൽ. 4. ആഡ് പ്ലാറ്റ്ഫോമുകളിലെ പരാജയങ്ങൾ. 5. പിൻട്രസ്റ്റ് എന്ന വിന്നിംഗ് ഫോമുല. കൂടാതെ അവസാനമായി ബുക്കുകളെക്കുറിച്ചുള്ള അന്തിമ നിഗമനവും. അപ്പോൾ ആദ്യത്തെ പടി, ക്രിയേറ്റിംഗ് വീഗൻ 400 ഫാസ്റ്റ്. അതായത് നിഷ് സെലക്ഷനിൽ തുടങ്ങി ഫൈനൽ PDF വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏതൊരു പരീക്ഷണത്തിൻ്റെയും ആദ്യപടി ഒരു കൃത്യമായ നിഷ്, അതായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തുക എന്നതാണ്. ഇവിടെ നമ്മൾ എടുത്തത് വളരെ സ്പെസിഫിക്കായ ഒരു കാറ്റഗറിയാണ്, ഹൈ പ്രോട്ടീൻ വീഗൻ റെസിപ്പികൾ. അതാണ് വീഗൻ 200. പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് പിന്തുടരുന്ന, അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്ന ആളുകളെ ലക്ഷ്യമിട്ടുള്ള 200 ഹൈ പ്രോട്ടീൻ വീഗൻ റെസിപ്പികളുള്ള ഒരു ബുക്കാണിത്. ഇതിന്റെ വില ബോധപൂർവം $29.97 നിശ്ചയിച്ചു. കാരണം വെറുതെ ഫ്രീ സാധനങ്ങൾ തപ്പി വരുന്നവരെ പരസ്യങ്ങളിൽ നിന്ന് തുടക്കത്തിൽ തന്നെ ഫിൽട്ടർ ചെയ്യാൻ ഈ കൃത്യമായ വില നമ്മളെ സഹായിക്കും. AI സഹായത്തോടെ ബുക്ക് എത്ര വേഗത്തിലാണ് ഉണ്ടാക്കിയതെന്നറിയാമോ? വെറും 3 സ്റ്റെപ്പുകൾ. ആദ്യം ഇൻസ്പിറേഷനായി എഡ്സിയിൽ നിന്ന് വെറും 200 രൂപയ്ക്ക് ഒരു ബുക്ക് വാങ്ങി. രണ്ടാമതായി ക്യാൻവ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തു. വെറും 6 മണിക്കൂർ കൊണ്ടാണ് പൂർണ്ണമായ ഡിസൈൻ തീർത്തത്. ഇനി മൂന്നാമതായി ബുക്കിന്റെ കവർ, ഇൻട്രൊഡക്ഷൻ, കോപ്പി എന്നിവ തയ്യാറാക്കാൻ ChatGPT ഉപയോഗിച്ചു. ആലോചിച്ചു നോക്കൂ, കുറഞ്ഞ സമയം കൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്യാൻ ഇതെത്രമാത്രം സഹായിച്ചെന്ന്. അടുത്തതായി ലാൻഡിംഗ് പേജ് നിർമ്മാണം. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ ഹോസ്റ്റ് ചെയ്യണം, പേയ്മെന്റ് എങ്ങനെ പ്രോസസ്സ് ചെയ്യണം തുടങ്ങിയ ഡിജിറ്റൽ സ്റ്റോർ ഫ്രണ്ട് സെറ്റപ്പുകൾ. ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നത് 2 കാര്യങ്ങളാണ്. ആകർഷകമായ ഒരു ലാൻഡിംഗ് പേജ് പെട്ടെന്നുണ്ടാക്കാൻ ഹോസ്റ്റിംഗർ ഹൊറൈസൺസിന്റെ AI ബിൽഡർ നമ്മളെ സഹായിച്ചു. വളരെ പ്രൊഫഷണലായ ഒരു ലുക്ക് ഇതിലൂടെ കിട്ടി. പേയ്മെന്റുകൾ പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ ഗംറോഡാണ് ഉപയോഗിച്ചത്. അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ ഗംറോഡ് ഫ്രീ ആണെങ്കിലും അവർ ഈടാക്കുന്ന ഫീസ് വളരെ കൂടുതലാണ് എന്നൊരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മിനിമൽ സെറ്റപ്പ് കോസ്റ്റ് എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഹോസ്റ്റിംഗറിന്റെ AI ബിൽഡറിന് മാസത്തിൽ വെറും 170 രൂപയും getvegan200.store എന്ന ഡൊമൈൻ പേരിന് വെറും 99 രൂപയും മാത്രമേ ചിലവായുള്ളൂ. വളരെ ചെറിയൊരു തുകയിൽ ആർക്കും തുടങ്ങാവുന്നൊരു പരീക്ഷണമാണിത് എന്നീ കണക്കുകൾ അടിവരയിട്ടുറപ്പിക്കുന്നു. ഇനി അടുത്ത ഘട്ടം, ദി ആഡ് പ്ലാറ്റ്ഫോം ഫെയിലിയേഴ്സ്, അഥവാ വ്യത്യസ്ത വേരിയബിളുകൾ ടെസ്റ്റ് ചെയ്തപ്പോഴുള്ള പരാജയങ്ങൾ. ഈ പരാജയങ്ങൾ വെറും ഡെഡ് എൻഡുകളല്ല, മറിച്ച് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഡേറ്റാ പോയിന്റുകളാണ്. ഈ റിസൾട്ടുകളൊന്ന് ശ്രദ്ധിക്കൂ. ഗൂഗിൾ ആഡ്സിലെ ചിലവുകൾ നോക്കിയാൽ 180 രൂപ ചെലവാക്കിയപ്പോൾ ഓരോ ക്ലിക്കിനും 18 രൂപ 81 പൈസയാണ് ചെലവായത്. വളരെ വലിയൊരു തുക. അതുകൊണ്ട് ഗൂഗിൾ ആഡ്സ് ഉടൻ തന്നെ നിർത്തിവെച്ചു. പിന്നീട് നമ്മൾ ഫേസ്ബുക്ക് ആഡ്സിലേക്ക് തിരിഞ്ഞു. വളരെ മികച്ചൊരു വീഡിയോ ക്രിയേറ്റീവൊക്കെ ഉപയോഗിച്ച് 5700 രൂപ ഫേസ്ബുക്കിൽ ചെലവാക്കിയിട്ടും ഒരൊറ്റ സെയിൽസ് പോലും അതിൽ നിന്ന് കിട്ടിയില്ല എന്നത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഇത്രയും ദിവസങ്ങളോളം പരസ്യത്തിനായി പണം ചെലവാക്കിയിട്ടും ഗംറോഡ് ഡാഷ്ബോർഡിൽ വെറും 0 സെയിൽസ് കണ്ടപ്പോൾ ഉണ്ടാവുന്ന നിരാശ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്റെ പാതി പ്രതീക്ഷകളും അവിടെ അവസാനിച്ചു എന്നാണ് ക്രിയേറ്റർ അപ്പോൾ ചിന്തിച്ചത്. ഇതൊരു സാധാരണ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആർക്കും തോന്നാവുന്ന തികച്ചും സ്വാഭാവികമായൊരു വികാരമാണ്. എന്നാൽ അവിടെയൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല. അടുത്ത ഘട്ടം ശരിക്കും ആവേശകരമാണ്. അതാണ് പിൻട്രസ്റ്റ് ദ വിന്നിംഗ് ഫോർമുല, നമ്മുടെ ഡേറ്റ അധിഷ്ഠിത വിജയം. ഇവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗൂഗിളും ഫേസ്ബുക്കും പരാജയപ്പെട്ടപ്പോൾ പിൻട്രസ്റ്റിന്റെ ഡേറ്റ ഒന്ന് നോക്കൂ. പിൻട്രസ്റ്റ് ആഡ്സിൽ ഏകദേശം 7400 രൂപ ചെലവാക്കിയപ്പോൾ 146 ക്ലിക്കുകൾ ലഭിച്ചു. അതിൽ നിന്ന് 4 പേർ ബുക്ക് വാങ്ങി. ഇതിലെ കോസ്റ്റ് പെർ ക്ലിക്ക് വെറും $0.53 മാത്രമായിരുന്നു. കൂടാതെ CPM ഏകദേശം $10. ഇത് പിൻട്രസ്റ്റിന്റെ കൃത്യമായ ആധിപത്യം തന്നെയാണ് കാണിക്കുന്നത്. ഈ എക്സ്പ്ലെയിനറിലെ ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തൽ എന്താണെന്നോ? 35%. അതെ, ഗംറോഡ് ഈടാക്കുന്ന വലിയ 10% ഫീസിന് പകരം വെറും 2.9% മാത്രം ഫീസ് ഈടാക്കുന്ന സ്ട്രൈപ്പ് പോലൊരു പേയ്മെന്റ് ഗേറ്റ്വേ ഉപയോഗിച്ചിരുന്നെങ്കിൽ പിൻട്രസ്റ്റ് ക്യാമ്പയിനിൽ നിന്ന് കൃത്യം 35% പ്രോഫിറ്റ് മാർജിൻ ലഭിക്കുമായിരുന്നു. അത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറാണ്.
അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ അന്തിമ നിഗമനം? ഫൈനൽ വെർഡിക്റ്റ് ഓൺ ഇ-ബുക്സ്. പ്രായോഗിക യാഥാർത്ഥ്യങ്ങളും ഇനി അടുത്തതായി ചെയ്യേണ്ട കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ തിരഞ്ഞെടുത്ത ഹൈ പ്രോട്ടീൻ വീഗൻ എന്ന നിഷ് വളരെ ഇടുങ്ങിയതായിരുന്നു. ആലോചിച്ചു നോക്കൂ, ഒരു കസ്റ്റമർ വീഗനായിരിക്കണം, പോരാത്തതിന് ജിമ്മിൽ പോകുന്ന ആളുമായിരിക്കണം. രണ്ടാമതായി, ഗംറോഡിന്റെ 10% ഫീസ് വലിയൊരു വില്ലനായി നമ്മുടെ ലാഭത്തെ ഇല്ലാതാക്കുന്നു. ഇതിനൊരു മികച്ച ബദലായി ആമസോൺ KDP പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവുന്നതാണ്. അവസാനമായി, വിഷ്വൽ കണ്ടന്റുകൾക്ക്, പ്രത്യേകിച്ച് ഇത്തരം റെസിപ്പി ബുക്കുകൾക്കൊക്കെ പിൻട്രസ്റ്റ് വളരെ മികച്ചൊരു ഓപ്ഷനാണെന്ന് ഈ പരീക്ഷണം അസന്നിഗ്ധമായി തെളിയിച്ചു. ഈ ഡേറ്റയെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്. നിങ്ങളുടെ അടുത്ത ഡിജിറ്റൽ പ്രൊഡക്റ്റിനായി നിങ്ങൾ സ്വന്തമായി ഒരു ലാൻഡിംഗ് പേജ് നിർമ്മിക്കുമോ, അതോ ആമസോൺ KDP പോലുള്ള വലിയ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുമോ? ഈ അറിവുകൾ ഉപയോഗിച്ച് നിങ്ങളുടേതായ ഒരു സയന്റിഫിക് മാർക്കറ്റിംഗ് പരീക്ഷണം നടത്തി നോക്കൂ. പുതിയൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.